Hi guys, it's me, Dimallu Bangar. ഇന്നെൻ്റെ IBPS PO എക്സാം ആയിരുന്നു. 23rd ഓഗസ്റ്റ് സെക്കൻഡ് ഷിഫ്റ്റ് ആയിരുന്നു എൻ്റെ എക്സാം എന്ന് പറയുന്നത്. ആൻഡ് ഇതായിരുന്നു ലാസ്റ്റ് ഷിഫ്റ്റ്, IBPS POയുടെ ലാസ്റ്റ് ഷിഫ്റ്റ് ആയിരുന്നു. ആ ഷിഫ്റ്റിൽ ആയിരുന്നു എൻ്റെ എക്സാം. എക്സാം എനിക്ക് തോന്നുന്നു ബാക്കി ഉണ്ടായിരുന്ന ഷിഫ്റ്റ് ടോട്ടൽ 6 ഷിഫ്റ്റിൽ ഏറ്റവും ലാസ്റ്റ് ഷിഫ്റ്റ് ആയിരുന്നു ഏറ്റവും ഒരു മോഡറേറ്റ് ലെവൽ എക്സാം എന്നാണ് എനിക്ക് ഫീൽ ചെയ്തത്. അപ്പോൾ പലരുടെയും എന്താണ് മെസ്സേജസ് ഒക്കെ കണ്ടു. എല്ലാവർക്കും ഒരുപോലൊക്കെ തന്നെയാണ് ഫീൽ ചെയ്തതെന്നാണ് എനിക്ക് മനസ്സിലായ ഒരു കാര്യം. ആൻഡ് ഞാൻ എൻ്റെ ടെലിഗ്രാം ചാനലിലാണെങ്കിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ക്വാൺസ് ആയിട്ട് കുറച്ചൊന്ന് മെസ്സപ്പ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഫസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നത് ഇംഗ്ലീഷ് സെക്ഷൻ ആയിരുന്നു. ഇംഗ്ലീഷിൽ അത്യാവശ്യം ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് ഇംഗ്ലീഷ് ഡൂവബിൾ ആണ്, ബട്ട് എന്നാലും കുറച്ചൊരു എന്താണ് പാസേജ് ഒക്കെ ആണെങ്കിലും നമുക്ക് കുറച്ചൊന്ന് ഇരുത്തി വായിക്കേണ്ട ടൈപ്പ് പാസേജ് ആയിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. ഒറ്റ തവണ വായിച്ചാൽ മാത്രം ആൻസർ കിട്ടാത്ത ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടായിരുന്നു. ഓക്കെ, അതിൽ തന്നെ സിനോണിം ചോദിച്ചിട്ടുണ്ടായിരുന്നു, കേസ്, സേയ് അത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ദെൻ ഫില്ലേഴ്സ് 4 ഉണ്ടായിരുന്നു, പാരാജമ്പിൾസ് 5 ഉണ്ടായിരുന്നു, ഫ്രേസ് റീപ്ലേസ്മെന്റ് 3 ഉണ്ടായിരുന്നു, കറക്റ്റ് സെന്റൻസ് കണ്ടുപിടിക്കാൻ ഒരു 4 ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു, വേർഡ് സ്വാപ്പിന്റെ ഒരു 4 ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. അതിൽ ഒരു ബ്രേക്ക് ഔട്ട് എന്നാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ബ്രേക്ക് ഔട്ട് എന്ന് പറയുന്ന ഒരു വേർഡ് വെച്ചിട്ട് സെന്റൻസ് ഉണ്ടായിരുന്നു. ഞാൻ ആ ക്വസ്റ്റ്യൻ ചെയ്തിട്ടില്ലായിരുന്നു. ആൻഡ് പാരാജമ്പിൾസ് ഞാൻ ചെയ്തിട്ടുണ്ട്, പക്ഷെ അത് കറക്റ്റ് ആണോ എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമുണ്ട്. എന്താണ് ഒത്തിരി സിമ്പിൾ ആയിട്ടുള്ളതല്ല. എനിക്ക് ഈ ഒരു IBPS PO എക്സാം എന്ന് പറയുന്നത് SBI POനേക്കാൾ ടഫായിട്ടാണ് തോന്നിയിട്ടുണ്ടായിരുന്നത്. SBI PO ഇതിലും എനിക്ക് ചെയ്യാൻ പറ്റിയതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഞാൻ ഇംഗ്ലീഷിൽ എൻ്റെ ഓവറോൾ അറ്റംപ്റ്റ് എന്ന് പറയുന്നത് 26 ക്വസ്റ്റ്യൻസ് ആണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതും എനിക്ക് എന്താണ് ചെറിയ ചെറിയ ഡൗട്ട്സ് ഉണ്ട്, നെഗറ്റീവ്സ് വരുമോ എന്നുള്ള ഒരു ചെറിയ ഡൗട്ട്സ് ഒക്കെ ഉണ്ട് ഇംഗ്ലീഷ് ആയതുകൊണ്ട് തന്നെ. എന്താണെങ്കിലും ഞാൻ 26 അറ്റംപ്റ്റ് ആണ് ഇംഗ്ലീഷിൽ നടത്തിയിട്ടുണ്ടായിരുന്നത്. ദെൻ അടുത്തത് വന്നിട്ടുണ്ടായിരുന്ന ക്വാൺസ് ആയിരുന്നു. എന്താണ് പറയേണ്ടത്, ക്വാൺസ് വാസ് ടോട്ടലി ഔട്ട് ഓഫ് കൺട്രോൾ. കാരണം പ്രതീക്ഷിച്ച ഗൈഡ്ലി മോക്സ് ഒക്കെ ചെയ്ത് പോയിട്ടുണ്ടായിരുന്ന ഞാൻ ആ ഒരു ലെവലൊക്കെയാണ് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നത്. എപ്പോഴും ആ ഒരു ഗൈഡ്ലി മോക്കിൽ നിന്നും കുറച്ചൊരു ലെവൽ താഴ്ന്നാണ് എനിക്ക് എപ്പോഴും കിട്ടിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ഒരു ലെവൽ എന്ന് പറയുന്നത് എന്താണ് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചതല്ല. സിംപ്ലിഫിക്കേഷൻ ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ ഞാൻ ഡ്യൂബിൾ ആയിരുന്നു, ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. റോങ് നമ്പർ സീരീസ് ആയിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. റോങ് നമ്പർ സീരീസിൽ എനിക്ക് തോന്നുന്നു ഞാനൊരു 3 എങ്ങാണ്ടാണ് ചെയ്തിട്ടുള്ളതെന്നാണ് തോന്നുന്നത്. Q1 Q2 ഞാൻ ചെയ്തിട്ടില്ല. ദെൻ അരിത്തമെറ്റിക് ക്വസ്റ്റ്യൻസ് ആണെങ്കിലും കുറച്ചൊരു ട്രിക്കി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു. ഞാൻ ആദ്യം സിംപ്ലിഫിക്കേഷൻ ക്വസ്റ്റ്യൻ ചെയ്തതിന് ശേഷം സാധാരണ DI ആണ് എടുക്കാറുള്ളത്. ആ ഒരു ഇതിൽ ഞാൻ പോയി DI ചെയ്യാൻ നോക്കി, ബട്ട് ആദ്യം തന്നെ ഈ ഒരു UPI ക്രെഡിറ്റ് കാർഡ് അങ്ങനെയുള്ള ഒരു ടേബിൾ ആയിരുന്നു എനിക്ക് വന്നിട്ടുണ്ടായിരുന്നത്. ആദ്യം ഞാൻ നോക്കിയിട്ട് എനിക്ക് എന്ത് ചെയ്തിട്ടും അത് എന്താണ് ഇതുപോലെ ടോട്ടൽ നമ്പർ തന്നിട്ടുണ്ടായിരുന്നു, A B C തന്നിട്ടുണ്ടായിരുന്നതിൽ നമുക്ക് ബാർ ഗ്രാഫിൽ തന്നിട്ടുണ്ടായിരുന്നത് A+Bയുടെ സമ്മും അതുപോലെ തന്നെ സിയുടെ വാല്യൂം അങ്ങനെയായിരുന്നു തന്നിട്ടുണ്ടായിരുന്നത്. ആൻഡ് അതിന്റെ ഡിഫറൻസ് ആയിട്ട് നോട്ട് തന്നിട്ടുണ്ടായിരുന്നത് എന്താണ് ഡിഫറൻസ് ബിറ്റ്വീൻ B ആൻഡ് C എന്നാ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതിൽ എനിക്ക് B-C ആണോ എടുക്കേണ്ടത്, C-B ആണോ എടുക്കേണ്ടത്, അങ്ങനെയൊക്കെയുള്ള ചെറിയ ചെറിയ കൺഫ്യൂഷൻസ് വന്നു. പക്ഷെ ഞാൻ വാല്യൂസ് എല്ലാം ഡീകോഡ് ചെയ്ത് എടുത്തിട്ടുണ്ടായിരുന്നു. എന്നാലും എൻ്റെ ടൈം അവിടെ കുറച്ച് സ്പെൻഡ് ആയി പോയതുകൊണ്ട് തന്നെ ഞാൻ ആ ക്വസ്റ്റ്യൻ സ്കിപ്പ് ചെയ്തിട്ട് പിന്നെ അടുത്ത ഒരു ബാർ ഗ്രാഫിന്റെ DIയിലോട്ട് പോയി. ബാർ ഗ്രാഫിന്റെ DI എന്ന് പറയുന്നത് അത്യാവശ്യം ചെയ്യാൻ പറ്റുന്ന നമ്പർ ഓഫ് ടേബ് തിരിഞ്ഞു പോയി എന്നാണ് എനിക്ക് തോന്നുന്നത്. ദെൻ മെയിൽസ് ആൻഡ് ഫീമെയിൽ കമ്പനി തന്നിട്ടുണ്ടായിരുന്നു, HR-ഉം IT-യും അങ്ങനെയായിരുന്നു തന്നിട്ടുണ്ടായിരുന്നത്. അതൊരു ടേബിൾ DI ആയിരുന്നു. ഓക്കെ, ഇതാണ് നമ്പർ ഓഫ് മെയിൽസ് ആൻഡ് ഫീമെയിൽസിന്റെ ടേബിൾ DIയും UPI ക്രെഡിറ്റ് കാർഡിന്റെ ബാർഗ്രാഫ് DIയും ആണ്. ഓക്കെ, ചെറിയൊരു മിസ്മാച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ അത് എനിക്ക് അത്യാവശ്യം ചെയ്യാൻ പറ്റി. എന്നാലും അതിൽ 2 ക്വസ്റ്റ്യൻ അടുത്തെങ്ങാണ്ട് ഞാൻ ചെയ്തിട്ടില്ല. ഇപ്പോൾ ഗൈഡ്ലിയിലെയൊക്കെ പോലത്തെ എന്താണ് ഒത്തിരി പാരഗ്രാഫ് ആയിരുന്നു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് ഒറ്റ നോട്ടത്തിൽ ആൻസേഴ്സ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ക്വസ്റ്റ്യൻസ് അല്ലായിരുന്നു ഉണ്ടായിരുന്നത്. ഐ തിങ്ക് ഇത്രയും എക്സാംസ് നടന്നതിൽ ഈ ഷിഫ്റ്റിലെ ക്വാൺസ് ആയിരുന്നു ഏറ്റവും ഹാർഡായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. അരിത്തമെറ്റിക് ആപ്ലിക്കേഷൻ സംസ് ഉണ്ടായിരുന്നു. ആൻഡ് ആ ക്വസ്റ്റ്യൻസ് എന്നൊക്കെ പറയുന്നത് കുറച്ചൊന്ന് ഇരുത്തി വായിച്ചാൽ മാത്രം ആൻസേഴ്സ് കിട്ടുന്ന ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആയിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. ആൻഡ് ഞാൻ ആകെ ചെയ്തതെന്ന് പറയുന്നത് 10 ക്വസ്റ്റ്യൻസ് ആണ് ക്വാൺസിൽ ചെയ്തത്.
അത് എന്താണ് ടോട്ടലി ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു അറ്റംപ്റ്റ് ആണ് ഞാൻ കോൺസിൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്താണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന, അതായത് ചെയ്യാൻ പറ്റാവുന്ന ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആയിട്ടല്ല എനിക്ക് ഫീൽ ചെയ്തത്. കുറച്ച് നമ്മുടെ ടൈം കൺസ്യൂം ചെയ്യുന്ന ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. സോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ പറയുക. ഞാൻ ഒട്ടുമിക്ക കമൻസ് ഒക്കെ കണ്ടതും എല്ലാവരും ഇങ്ങനെയൊക്കെ തന്നെയാണ് പറയുന്നത് കണ്ടത്. ദെൻ അടുത്തത് ലാസ്റ്റ് സെക്ഷൻ റീസണിങ് ആയിരുന്നു. ആൻഡ് റീസണിങ്ങിൽ ഞാൻ ഒരു ക്വസ്റ്റ്യനിൽ സ്റ്റക്ക് ആയിപ്പോയി. ദിസ് വൺ, ഈ സ്റ്റാക്ക് ബേസ്ഡ് പസിൽ ആയിരുന്നു ഞാൻ ആദ്യം എടുത്തിട്ടുണ്ടായിരുന്നത്. അതിൽ ഈ ഒരു സ്റ്റാപ്ലർ കലണ്ടർ ഈ സംഭവം ഞാൻ കുറേ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നോക്കി, പക്ഷെ എനിക്കത് പറ്റിയില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് അവിടെ കുറച്ച് സമയം പോയി. ദെൻ പാരലൽ റോ സീറ്റിംഗ് അത് ഞാൻ ചെയ്തു. മന്ത് ബേസ്ഡ് പസിലും ചെയ്തു, അതൊക്കെ എളുപ്പമായിരുന്നു. ബ്ലഡ് റിലേഷൻ ചെയ്തു, ഡയറക്ഷൻ ചെയ്തു, ഈക്വാലിറ്റി ചെയ്തു, സിലോജിസം ചെയ്തു. മിസലേനിയസ് എനിക്ക് 3 ചെയ്യാനുള്ള സമയം എനിക്ക് കിട്ടിയില്ല. എനിക്ക് 3 ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പറ്റിയില്ല. ദെൻ ബാക്കി ഏജ് ബേസ്ഡ് പസിലൊക്കെ ഞാൻ ചെയ്തു. എനിക്ക് ടോട്ടൽ ഞാൻ 26 ക്വസ്റ്റ്യൻ ആണ് റീസണിങ്ങിൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ എന്താണ്, എനിക്ക് പ്രതീക്ഷിച്ച അറ്റംപ്റ്റ്സ് എനിക്ക് കൊടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഇംഗ്ലീഷിൽ ഞാൻ 26 ആണ് ചെയ്തത്, ക്വാൺസിൽ 10 മാത്രമാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ദെൻ റീസണിങ്ങിൽ 26, ടോട്ടൽ 62 ക്വസ്റ്റ്യൻസ് ആയിരുന്നു ഞാൻ അറ്റംപ്റ്റ് ചെയ്തിട്ടുള്ളത്. അതിൽ തന്നെ ഇംഗ്ലീഷിൽ എനിക്ക് സംശയമുണ്ട് നെഗറ്റീവ്സ് വരുന്ന കാര്യത്തിൽ. സോ എന്നിരുന്നാലും ഈ ഒരു ഷിഫ്റ്റ് ഇച്ചിരി ഹാർഡ് ആയതുകൊണ്ട് തന്നെ നോർമലൈസേഷൻ വരാൻ ചാൻസസ് ഉണ്ട്. അതുപോലെ തന്നെ കട്ട് ഓഫ് മേ ബി കുറയാനുള്ള ചാൻസസ് ഒക്കെ ഉണ്ടായിരിക്കാം. ഐ ഡോണ്ട് നോ. എന്താണെങ്കിലും ഒരു 55 റേഞ്ചിലൊക്കെ ആവാം കട്ട് ഓഫ് എന്നാണ് എല്ലാവരും പ്രഡിക്റ്റ് ചെയ്യുന്നത്. ഐ ഡു തിങ്ക് സോ. ഒരു 55 റേഞ്ചിലൊക്കെ ആയിരിക്കാം കട്ട് ഓഫ് വരുന്നത്. സോ ഐ ആം ടോട്ടലി ഡിസപ്പോയിൻറ്റഡ്. എന്നിരുന്നാലും ഞാൻ മെയിൻസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. SBI PO മെയിൻസ് ആണെങ്കിലും എനിക്ക് പ്രതീക്ഷിച്ച അറ്റംപ്റ്റ് കൊടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. എന്നാലും ഞാൻ മെയിൻസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. മേ ബി ലക്ക് ഉണ്ടെങ്കിൽ എനിക്ക് പ്രിലിംസ് ക്ലിയർ ചെയ്യാൻ പറ്റും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എന്താണെങ്കിലും അടുത്ത വരുന്ന IBPS ക്ലർക്കിനൊക്കെ ആണെങ്കിലും ഈ ഒരു മെയിൻസ് ഹെൽപ്ഫുൾ ആകും. സോ അതുകൊണ്ട് ഞാൻ മെയിൻസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്രയുമൊക്കെയാണ് എൻ്റെ ഒരു അറ്റംപ്റ്റ്സ് എന്ന് പറയുന്നത്. നിങ്ങളൊക്കെ എത്രയൊക്കെ അറ്റംപ്റ്റ് ചെയ്തെന്നുള്ളതും നിങ്ങളുടെ ഷിഫ്റ്റ് എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളതും ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. സോ നമ്മൾക്കൊരു ഐഡിയ കിട്ടുമല്ലോ എങ്ങനെയൊക്കെയായിരുന്നു ക്വസ്റ്റ്യൻസ്, എല്ലാവർക്കും ഒരുപോലെ ആയിരുന്നു എന്നൊക്കെ ഉള്ളത്. സോ ദാറ്റ്സ് ഇറ്റ്. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.